ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന വലിയ വലിയ ഇമ്പാക്റ്റാണ്. ഗൈസ്, നിങ്ങളൊരു ക്ലട്ടേഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു ഗുണമില്ല ഈ ഒരു വീഡിയോ ആ ഒരു മൈൻഡിലിരുന്ന് കാണുന്നതുകൊണ്ട്. വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് പീസായിട്ടിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക. നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ് വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക, വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക എന്ന് പറയുന്നത്. പക്ഷേ ഈ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നത് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷെ സ്വപ്നം ഒരു ഫാൻറ്റസി ആയിട്ട് മാറരുത് ആരുടെ. പക്ഷേ ഇന്നത്തെ ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന പോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഏറ്റവും എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളെപ്പറ്റി ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് വിരൽ തുമ്പിൽ പല കാര്യങ്ങളെപ്പറ്റി ഇൻഫർമേഷൻ കിട്ടും. അതായത് നമുക്കിപ്പം സപ്പോസ് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പല സൈഡിൽ നിന്ന് എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടും, എളുപ്പത്തിൽ കിട്ടും. സോ ഇത്രയും ഇൻഫർമേഷൻ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ആക്ഷൻ ലാക്ക് ചെയ്യും. അതായത് പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആക്ഷൻ വളരെ കുറവാണ്. അതായത് ആൾക്കാർക്ക് മടിയാണ്. ഈവൻ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോലും ആൾക്കാർക്ക് മടിയാണ്. സോ ആക്ഷൻ വളരെ കുറവാണ്. സോ അവരുടെ മൈൻഡ് ഒരു വല്ലാത്തൊരു ബേൺ ഔട്ട് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇതുകൂടി അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ, സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, എനിക്ക് ഈ വർഷം ഒരു ലക്ഷറി കാർ മേടിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എനിക്കൊരു പക്ഷേ അത് സാധിച്ചെന്ന് വരില്ല. കാരണം അത്രയും കോമ്പറ്റീഷനുള്ള ഒരു എക്കണോമിക്കോടായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ അങ്ങനെ ഒരു ഒരു കുന്ന് സ്വപ്നങ്ങൾ ഞാൻ കാണുകയെന്ന് വിചാരിക്കുക. ഇതൊന്നും സാധിക്കാതെ വരുന്നു. ഇവഞ്ച്വലി എൻ്റെ മൈൻഡിൽ ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ വരാൻ പോകുന്നത് അത് നടക്കില്ല എന്നാണ്. കാരണം എൻ്റെ ആക്ഷൻസ് അവിടെ കുറവാണ്. ബിക്കോസ് ഈ ഇപ്പോഴത്തെ എക്കണോമി അങ്ങനെയാണ്. കാരണം എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നമ്മളെ ബേൺ ഔട്ട് ആക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ ബേൺ ഔട്ട് ആക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ഒരുപാട് കാര്യങ്ങളോടെ നമ്മൾ ഒറ്റയടിക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ക്ലട്ടഡ് ആവും. നമുക്ക് സപ്പോസ് ലെറ്റ്സ് സേ നമ്മൾ രാവിലെ എണീറ്റ് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, ഒരു അരമണിക്കൂർ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലൂടെ ഒരു കുന്ന് കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്കൊന്നും ഗ്രഹിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ കണ്ട എന്താണെന്ന് പോലും നമുക്ക് ഓർമ്മ വരത്തില്ല. സോ അത്രയും ഇൻഫർമേഷനാണ് നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നത്. സോ നമ്മൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ബേൺ ഔട്ട് ആവും. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ലാതെ വരും, ഒരു ഡയറക്ഷൻ ഇല്ലാതെ വരും. നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണും, നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ വരും. സോ ഇതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു മാറ്റാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ ഇവഞ്ച്വലി ഒരു തോട്ട് വരും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ നമുക്ക് പതിയെ പതിയെ സമയമെടുത്ത് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യവും പെട്ടെന്ന്, അതായത് വിരൽ ഞൊടിക്കുന്നതിനുള്ളിൽ കിട്ടില്ല. കാരണം നമ്മുടെ മനസ്സ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത് എല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് എത്തുന്നു. അങ്ങനെ പെട്ടെന്ന് എത്താത്തൊരവസ്ഥ ശരിക്കും റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും പെട്ടെന്ന് എത്താൻ പോകുന്നില്ല, അതിന് സമയമെടുക്കും. സോ ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി പതിയെ പതിയെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അങ്ങനെ വളരെ വലിയ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിക്കോസ് ഈ ഒരു എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ബില്യൺ അടുത്ത ആൾക്കാർ ജീവിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ 1.4 ബില്യൺ എന്തോ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. സോ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എക്കണോമിയിൽ റിച്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 in 1 lakh ഒക്കെയാണ് ചാൻസ്. 1 lakh പോലും ആയിരിക്കില്ല, അതിലും മണ്ടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ മേജർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മേജർ ഷാർക്സ് നിങ്ങൾ എന്ത് ബിസിനസ് പൊക്കിക്കൊണ്ട് വന്നാലും അവരെക്കാട്ടി മണ്ടയ്ക്കായിട്ട് കയറാൻ കാരണം ഓൾറെഡി ആ ഒരു റിച്ച് ലൈൻ ഓൾറെഡി സെറ്റാണ്. നിങ്ങൾക്ക് മുന്നിലോട്ട് കയറാൻ പറ്റില്ല. ഇതാണ് സത്യം, നിങ്ങളത് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിസിബിൾ ആക്കുക. കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് ബുദ്ധിയും വിവേകമൊക്കെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. എന്നാലേ നമുക്ക് മുന്നിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. കഴിവുള്ള ഒത്തിരി പേര് അടിച്ചമർത്തപ്പെട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു ട്രാപ്പിൽ കയറിപ്പെടാതിരിക്കുക. ഈ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉള്ള മിഡിൽ ക്ലാസ്സുകാരെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അതിനൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നിരീക്ഷിക്കുക, എന്താണ് ഞാൻ ലാക്ക് ചെയ്യുന്നത്, ശരിക്കും എന്താണ് ഹാപ്പൻ ആവുന്നത്, ശരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. സ്റ്റാറ്റസിൻ്റെ പുറകെ ഓടാതിരിക്കുക. സ്റ്റാറ്റസ് ഒരു പരിധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ,
കൊച്ചു കൊച്ചു കാര്യങ്ങൾ പതിയെ പതിയെ അച്ചീവ് ചെയ്ത് വരിക. ഒരു കൺസ്യൂമർ മാത്രം ആവാതിരിക്കുക. ഒരു വലിയൊരു കൺസ്യൂമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി ഈ ഒരു എക്കണോമിയിൽ. അതായത് കുറേ കാര്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളായിപ്പോവും. ഒരു സമയത്ത് നിങ്ങളുടെ വരുമാനമോ നിങ്ങളുടെ സോഴ്സോ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ സൊസൈറ്റിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ ഗൈസ്, ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ആക്ഷൻസൊക്കെ ചെറുതിൽ നിന്ന് തുടങ്ങി 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 പതിയെ പതിയെ അച്ചീവ് ചെയ്ത് വരിക. വലിയ കാര്യങ്ങൾ കുറച്ച് പതിയെ 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 അച്ചീവ് ചെയ്തെടുക്കുക. അതിന് സമയമെടുക്കും, എല്ലാത്തിനും സമയമെടുക്കും. ഇതൊരു മോട്ടിവേഷൻ അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ഫാക്റ്റാണ് ഞാൻ പറയുന്നത്, കുറച്ച് സത്യങ്ങളാണ്, ഇവിടെയുള്ള കുറച്ച് സത്യങ്ങളാണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ബൈ.